നമ്മുടെ കാതലായ വിഷയം, നമ്മുടെ മർമ്മമായ വിഷയം ആഖിറത്തിലേക്കുള്ള തയ്യാറെടുപ്പാണ്. അത് ഒഴിവാക്കിയിട്ട്, അത് മാറ്റി നിർത്തിയിട്ട് ഒരശ്രദ്ധ ഈമാനുള്ളവർക്ക് പാടില്ല. എങ്ങനെയെങ്കിലൊക്കെ ഏതെങ്കിലൊക്കെ വിധത്തില് ഏതെങ്കിലൊക്കെ രൂപത്തില് എങ്ങനെയെങ്കിലൊക്കെ സമ്പാദിച്ച് ആ സമ്പാദ്യത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു അവസ്ഥ വരാൻ പാടില്ല. നിങ്ങളുടെ സമ്പാദ്യം നിങ്ങളെ ശ്രദ്ധ മാറ്റരുത്. ലാ തുൽഹിക്കും അംവാലുക്കും, നിങ്ങളുടെ സമ്പാദ്യം നല്ല നിലക്ക് നിങ്ങൾ സമ്പാദിക്കുന്ന സമ്പാദ്യമാണോ എന്നാ നിങ്ങളെ മനസ്സിൽ ആ ചിന്ത മാറൂല. പടച്ചോനെ, ഞാൻ ഈ സമ്പാദിക്കുന്നത് ഹലാലാകണം, നീർത്തും നിന്റെ പൊരുത്തത്തിലാകണം. അപ്പൊ ഈ സമ്പാദ്യത്തിന്റെ ഇടയിൽ നീ നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളുണ്ടെന്ന് ഞാൻ പാലിക്കണം. അതെന്താണ്? ഇപ്പൊ ഞാൻ നല്ലോണം സമ്പാദിക്കുന്നു, ഈ കാലയളവ് നോമ്പിന്റെ കാലയളവാണ്. ഒരു വർഷത്തിൽ 2 മാസം നീ തന്നിട്ടില്ല, 1 മാസമേ ഉള്ളൂ. അതും ചിലപ്പോ 29 ദിവസമേ ഉണ്ടാകാറുള്ളൂ. എന്നാൽ ഇത്രയും ഒരു ദിവസം കറക്റ്റായി പകല് ഞാൻ നോമ്പെടുക്കാതെ ഈ ഒരു ദുനിയാവിന് വേണ്ടി മാത്രം അധ്വാനിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് നോമ്പ് നോറ്റിട്ട് സാഹസികമായി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ ഈ എടുക്കുന്ന തൊഴിലിന്റെ കൂടെ എന്റെ ആരോഗ്യം മാനിച്ചുകൊണ്ട് ഞാൻ നോമ്പെടുക്കേണ്ടതുണ്ട്. അതൊക്കെ കുറെ കാലം കഴിഞ്ഞിട്ട് ചിന്തിക്കാം, കുറെ ടൈമായിട്ട് ചിന്തിക്കാം എന്ന ഒരു അശ്രദ്ധയാണ് കുറെ ആളുകളിൽ പിടിപെട്ടിക്കൊണ്ടിരിക്കുന്ന. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയാകാൻ പാടില്ല. ചിലർ അങ്ങനെ മനസ്സിലാക്കുന്നു, അതിനൊന്നും ടൈമായിട്ടില്ല, അതിനൊന്നും സമയമായിട്ടില്ല. അങ്ങനെ ചിന്തിക്കുന്നതാണ് നമ്മളിൽ ഏറ്റവും വലിയ കേട്. അതിനൊന്നും ടൈമായിട്ടില്ല ചിന്തിക്കുമ്പോൾ വീണ്ടും ആളുകൾ മടിയനായി മാറുകയാണ്. എന്താ ഒന്നുള്ള സമയം ഉപയോഗപ്പെടുത്തിയിട്ടൊന്ന് ഓതിക്കൂടെ? ദിക്റുല്ലാഹി എന്ന പരിധിയിൽ ധാരാളം കാര്യങ്ങൾ പെടും. വെറൊരു നിസ്കാരം മാത്രല്ല, ഖുർആനോത്തതിൽ പെടും, ദിക്റതിൽ പെടും. അള്ളാഹുവിന് ചെല്ലുന്ന ദിക്റ് ഏറ്റവും പ്രധാനമായി പരിശുദ്ധ ഖുർആനോത്ത് ദിക്റുല്ലാഹിൽ പെടും. അല്ലാഹു തആല കൽപ്പിച്ച ഏതേത് ഫർളായ കാര്യങ്ങൾ, അതിനോട് തുടരെ വരുന്ന സുന്നത്തുകൾ ഒക്കെ ദിക്റുല്ലാഹിൽ പെട്ടതാണ്. നിങ്ങൾ എങ്ങോട്ടോ ഓടുന്നത്? അല്ല, ഞാനിപ്പോ സുന്നത്ത് നിസ്കരിക്കാൻ നിന്നാലേ അവിടെ 2 ആൾക്കാർ ചിലപ്പം വന്നിട്ട് അവർക്ക് തക്കാളി കൊടുക്കാതെ മുടങ്ങിപ്പോയേണ്ടി വരും. അല്ല, തക്കാളിക്ക് അവർ കാത്തുന്നോളൂ, നിങ്ങൾ സുന്നത്ത് നിസ്കരിച്ച് പോയിക്കോളി, കുഴപ്പമൊന്നുമില്ല. ഒരു 2 സുന്നത്തല്ലേ? അവർ തക്കാളി പോയിട്ടുണ്ടെങ്കിൽ ആ തക്കാളി നിങ്ങൾക്ക് നഷ്ടം വരൂല, വേറെ 4 ആൾക്കാർ ഏറെ വരും. ഞാനിപ്പോ ദിക്റില്ലായിരുന്നാലേ ഒരു 100 ദിക്റ് ചെല്ലുന്നുള്ളൂ, ആകെ ഒരു 5 മിനിറ്റ് അല്ലേ ഉള്ളൂ. ഇപ്പൊ ചെല്ലാന്നാലേ ഇവിടെ ആരെങ്കിലൊക്കെ ഒന്ന് സ്വീപ്പാവും. ആരും സ്വീപ്പാകൂല. മനസ്സിന്റെ വസ്വാസ ഇങ്ങനെ കറക്കാണ്. എണീറ്റോട് നിസ്കരിച്ച് തന്നെ വലിയ ധാരാളം. ഇപ്പൊ ദിക്റല്ലേ, സുന്നത്ത് നിസ്കരിക്കുന്ന